ഈ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് കയ്യിലുള്ള ഈ ബീട്രൂട്ടിനെ ഒന്ന് ഷേപ്പ് മാറ്റിയെടുക്കാൻ കേട്ടോ. കഴിഞ്ഞ ദിവസം യൂട്യൂബ് തോണ്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് നല്ല അടിപൊളി ഒരു സ്വീറ്റ് റെസിപ്പി കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, കൂട്ടത്തിൽ നിങ്ങൾക്കും കാണിച്ചു തരാം. വേഗം പോയി ഒരു പാൻ അടുപ്പത്ത് വെച്ചോളൂ. ഒരു സ്പൂൺ നെയ്യും കൂടി ഇട്ടിട്ട് ആദ്യം കാണിച്ച് വെച്ചിട്ടുള്ള ബീട്രൂട്ട് മിക്സിയിൽ നല്ലപോലെ പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം കേട്ടോ. ആ അരപ്പ് നെയ്യിലേക്ക് ഇട്ടിട്ട് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് പാകത്തിന് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി പഞ്ചസാര മെൽട്ടായി വന്ന് പാലൊരു തിള വരുമ്പോൾ നമുക്ക് ഒരു കപ്പ് റവയും കൂടി ഇട്ട് നല്ലപോലെ കട്ട കുത്താതെ മിക്സ് ആക്കി ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇത് വെള്ളം വറ്റുവോളം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണേ. വെള്ളം വറ്റി പാനിന്ന് റവ വിട്ട് കിട്ടുവോളം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. ഈ ഒരു പരുവാകുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നല്ലപോലെ ചൂടാറിന് ശേഷം കൈ വെച്ചിട്ട് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുക്കാം. വേറെ ഷേപ്പിലും വേണമെങ്കിൽ എടുക്കാം. ഞാൻ ഇതേപോലെ കുഞ്ഞു ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. ആദ്യമൊക്കെ ഉണ്ടാക്കിയത് കുഞ്ഞതും പിന്നെ അത് കുറച്ച് വലിപ്പം കൂടി പോയി. അതൊന്നും കാര്യമാക്കണ്ട. ആദ്യം വെച്ചിട്ടില്ല അതേ പാൻ എടുത്തിട്ട് വീണ്ടും 2 കപ്പ് പാൽ കേട്ടോ. ഏകദേശം 500 പാലുണ്ടാവേ. ആ പാലിന് ആവശ്യത്തിലുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മിൽക്ക് മെയ്ഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആവും. ഏലക്കപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഏലക്കപ്പൊടി. എനിക്ക് ഏലക്കൻ്റെ ഫ്ലേവർ അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് 2 ഏലക്ക പിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പാല് തിളച്ച് വരുമ്പോൾ കുറച്ച് കോൺഫ്ലവർ പാലിൽ കലക്കി വെച്ചതുണ്ടായിരുന്നു, അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനിയാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടില്ല ബീട്രൂട്ട് ബോൾസ്. അത് ഓരോന്നോരോന്നായി ഇട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് വേണ്ട, 1 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ക്രീമായിട്ടുള്ള നല്ല അടിപൊളി സ്വീറ്റ് റെഡി. ഇത് നല്ലപോലെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം കഴിക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, കാണാൻ തന്നെ നല്ല മുഞ്ചുണ്ട്. അപ്പം എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കി നോക്കല്ലേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമാക്കണേ ലൈക്ക് ചെയ്യണേ. അപ്പം അത്രേ ഉള്ളൂ.